നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ പാപമോചനം നേടുവാൻ വഴിപാടുകൾ ചെയ്യുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് യാഗം കഴിക്കുന്നു. ഇന്ന് നിങ്ങൾ നോയമ്പ് നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ നിങ്ങളാണ് പരിഹസിക്കുന്നത്. ഇന്ന് നിങ്ങൾ പെരുന്നാൾ കൂടുന്നു. യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമത്തെ സ്വർഗത്തിൽ ദൈവം അയക്കാഞ്ഞിട്ടും മരിച്ചു പോകുന്ന മനുഷ്യരും ആകാശത്തിൽ വ്യാപരിക്കുന്ന അധികാരങ്ങളെയും ആകാശരാജ്ഞിക്കും ധൂപം കാണിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പരിഹസിച്ചുകൊണ്ട് അവന്റെ ക്രോധമധ്യത്തിൽ ഇരയായിട്ട് തീർത്തിരിക്കുന്നു. അതുകൊണ്ട് അത്രയും നിങ്ങളുടെ ഭവനം ശൂന്യമായിട്ടിരിക്കുന്നത്. അന്നൊരിക്കൽ യേശുക്രിസ്തു യെരുശലേമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ കീഴിൽ പാർപ്പിക്കുന്ന പോലെ നിങ്ങളെ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര പെട്ട മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായിട്ട് തീരും. ആ സ്വർഗത്തിൽ നിന്ന് വന്നവൻ കർത്താവെന്ന് പറയുമ്പോഴും അതേ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണത്തില്ല. അതേ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ ഹൃദയത്തില് ആത്മാവിലെന്താണ് രാജാവായിട്ട് വാഴിക്കാത്ത ഒരു മനുഷ്യനും സമാധാനം ഉണ്ടാകത്തില്ല. ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരണം. യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴും ലോകം അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ലോകത്തിൽ അല്പമെങ്കിലും സമാധാനം വരണമെങ്കിൽ, പൂർണ്ണ സമാധാനം വരണമെങ്കിൽ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരണം. അപ്പൊ അവിടെ പ്രിയപ്പെട്ട നിന്റെ വീട്ടിലും നിന്റെ ഹൃദയത്തിലും സമാധാനം വരണമെങ്കിൽ ഈ മഹാരാജാവിനെ നിന്റെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴിക്കണം. അവനെ ഏക കർത്താവായിട്ട് വാഴിക്കാത്ത ഒരു ഹൃദയത്തിൽ സമാധാനമില്ല.